1961 പഞ്ചാബിലെ ബിയാസ് നദിക്കു കുറുകെ പോങ് ഡാം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടതാണ് താൽവാര എന്ന ടൗൺഷിപ്പ് പ്രദേശം. ഡാം നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടുത്തെ താമസക്കാർ. ഇവിടെ ബാക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ് അഥവാ BBMBയുടെ കീഴിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് DAV പബ്ലിക് സ്കൂൾ. 1200ഓളം കുട്ടികൾ പഠിക്കുന്ന മികച്ച നിലവാരമുള്ള ഈ സ്കൂൾ പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഏക ആശ്രയമാണ്. എന്നാൽ ഈ സ്കൂൾ RSS നിയന്ത്രണത്തിലുള്ള ചില സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് നൽകാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ്. സ്വകാര്യവൽക്കരണത്തിന്റെ പേരിലാണ് ഈ കൈമാറ്റ നീക്കം നടക്കുന്നത്. കോടികൾ വില വരുന്ന ഭൂമി ചെറിയ വിലക്ക് RSS നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കവും ഇതിന് പിന്നിലുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രദേശവാസികളും രക്ഷിതാക്കളും കർഷക വിദ്യാർത്ഥി സംഘടനകളുമെല്ലാം സംയുക്തമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ പേരിലാണ് സമരം നടക്കുന്നത്. സ്കൂൾ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെന്നും പ്രതിവർഷം 5 കോടി രൂപയോളം ചിലവ് വരുന്നുണ്ടെന്നുമാണ് BBMB അധികൃതർ പറയുന്നത്. ഇത് തങ്ങൾക്ക് താങ്ങാനാവുന്നതല്ലെന്നും അതിനാൽ തന്നെ സ്കൂളിന്റെ നടത്തിപ്പ് സ്വകാര്യ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുകയാണ് എന്നുമാണ് സ്കൂളിന്റെ വാദം. എന്നാൽ നാട്ടുകാർ ഇത് വിശ്വസിക്കുന്നില്ല. RSSുമായി ബന്ധമുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളിന്റെ 10 ഏക്കറോളം വരുന്ന ഭൂമിയും കെട്ടിടവും കൈമാറാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ലേലം ചെയ്യാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. സ്കൂൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ ഉയർന്ന ഫീസ് നൽകേണ്ടി വരുമെന്നും ഇത് സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് കാരണമാകുമെന്നും സമരക്കാർ പറയുന്നു. സ്കൂളിന് 10 ഏക്കറോളം വരുന്ന വലിയ ക്യാമ്പസ് ഉണ്ട്. ഈ വിലപിടിപ്പുള്ള ഭൂമി തുച്ഛമായ വിലക്ക് സ്വകാര്യ ലോബിക്ക് കൈമാറാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും സമരസമിതി ആരോപിക്കുന്നു.